ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, യേശു എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നോ, യേശു എന്നൊരു വ്യക്തിയെ ക്രൂശിച്ചോ എന്നുള്ളത്. ചിലർ പറഞ്ഞു യേശു ജീവിച്ചിരുന്നു, പക്ഷേ യേശുവിനെ ക്രൂശിച്ചില്ല, യേശു ക്രൂശിക്കുന്നതിന് മുമ്പ് യേശു രക്ഷപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞു യേശു ഭയന്ന് ഓടി വേറെ എവിടെയോ പോയി വിവാഹം കഴിച്ചു, കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു. വേറെ കുറേ പേര് വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു പോലുമില്ല. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ചരിത്രത്തെ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് കുറേ വെള്ളക്കാരെഴുതി വെച്ച പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് കിട്ടിയതല്ല. കൃത്യമായ തെളിവുകൾ ചരിത്രത്തിൽ തന്നെയുണ്ട്. അതിനെ വളച്ചൊടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അന്നും ഇന്നും ഈ പറയുന്ന വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഇനി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരുന്നോ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചോ എന്നതിനെക്കുറിച്ച് പലരും പല വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ചരിത്രപരമായ ചില സത്യങ്ങളിലേക്കും വസ്തുതകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് ഞാൻ കൊണ്ടുപോവുകയാണ്. പ്രധാനമായും ക്രൂശീകരണം എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിൽ AD 1 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളിൽ കഠിനമായ റോമൻ ശിക്ഷാരീതിയായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൽ രാജ്യദ്രോഹികൾക്കും കുറ്റവാളികൾക്കും നൽകിയിരുന്ന ഏറ്റവും സാധാരണമായ വധശിക്ഷയായിരുന്നു ക്രൂശീകരണം. പ്രാണന് വേണ്ടി പെടയുന്ന ആ കുറ്റവാളിയുടെ രൂപം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ബലം കിട്ടില്ല, അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ ഭയങ്കരവും ഭീരുത്വവും നിറഞ്ഞതായിരുന്നു ആ മരണം. ആ മരണത്തിൻ്റെ ഭീകരത കാരണം ഒരു വ്യക്തിയും റോമൻ ഭരണകൂടത്തോട് പോരാടാനോ മത്സരിക്കാനോ തയ്യാറാവില്ല. യേശുക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം യേശു യഹൂദൻ്റെ രാജാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു. അക്കാലത്ത് റോമൻ ഭരണാധികാരിയായ കൈസർ പ്രഖ്യാപിച്ചിരിക്കുന്ന താനാണ് ലോകത്തിൻ്റെ രാജാവ്, താനാണ് ദൈവം. അതിനെതിരെ ആര് ശബ്ദിച്ചാലും, ആര് എതിർത്താലും, ആര് സ്വയം രാജാവാക്കിയാലും അവരെ ക്രൂശിച്ചു കൊല്ലുക എന്നുള്ളത് റോമൻ ശിക്ഷാ നിയമമായിരുന്നു, റോമൻ ശിക്ഷാ രീതിയും കൂടിയായിരുന്നു. ജൂതന്മാരും യേശുവിൻ്റെ മേൽ ആരോപിച്ചതും യേശു സ്വയം രാജാവായി പ്രഖ്യാപിച്ചു, കൈസറല്ലാതെ വേറൊരു രാജാവ് ഞങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു യഹൂദന്മാർ മുമ്പോട്ട് വെച്ചതായ കുറ്റം. അപ്പോൾ ക്രൂശീകരണം ചരിത്രപരമായൊരു സത്യമാണെന്ന് ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് യേശു ക്രൂശിക്കപ്പെട്ടിരുന്നോ എന്നുള്ളതാണ്. അക്കാലത്ത് ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന